നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണവർദ്ധനയ്ക്കു വേണ്ടി ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും അതുപോലെ തന്നെ താന്ത്രിക വഴിപാടുകളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് പ്രകാരം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച തുക അവരിലേക്ക് വന്നെത്തിച്ചേരുന്നു എന്നും നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏഞ്ചലിൻ്റെ പേരിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. ആ പേര് നിത്തിക ദേവത എന്നാണ് എന്ന്. പലരും നിത്തിക ഏഞ്ചലിനെ പ്രാർത്ഥിച്ച് അവർക്ക് ആവശ്യമായ തുക നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. കാരണം പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പണം തന്നെയാണ്. അതും പ്രധാനമായിട്ട് ഈ 2 മാസം സ്കൂൾ അടച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇനി സ്കൂളുകൾ തുറക്കുവാൻ പോവുകയാണ്. ഫീസുകൾ കെട്ടണം, പെൻഡിങ് ഫീസുകൾ ഉണ്ടെങ്കിൽ അത് കെട്ടണം. അതിനിടയിൽ നമുക്ക് എപ്പോഴും മാസം തോറും പോയിക്കൊണ്ടിരിക്കുന്ന EMI ഉണ്ട്. ഒന്നുകിൽ വീട്ടിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കാറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണിൻ്റെ ആയിരിക്കാം. അതും അല്ലെങ്കിൽ പുറത്തു നിന്ന് വാങ്ങിയ കടങ്ങൾ, അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്ന് വാങ്ങിയ അഡ്വാൻസുകൾ എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. അത് നമുക്ക് എന്താകും, രാത്രിയിൽ ഉറങ്ങുവാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും ഒരു പക്ഷേ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് മോചനം നേടുവാനായും പെട്ടെന്ന്, അതായത് ചുരുങ്ങിയത് ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായി നിത്തിക ദേവതയുടെ സഹായം നമ്മൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് ചുരുങ്ങിയത് 3 ദിവസം എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ തുക എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയാണ്, ഒരു 5000-ഓ 10,000-ഓ ആണ് എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അപ്പോൾ തന്നെ, അതായത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്തു കഴിഞ്ഞ ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇനി അഥവാ നമുക്ക് ഒരു 4 ലക്ഷം 5 ലക്ഷം എന്നിങ്ങനെ വലിയ തുകകളാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ചുരുങ്ങിയത് ഒരു 3 ദിവസം മാത്രം ഞാൻ ഇവിടെ പറയുന്ന ഈ മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയാം, നിങ്ങൾക്ക് ആവശ്യമായ തുക അത് ഏത് വിധേനയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഏത് വിധേന എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ന്യായമായ തുകയാണ്, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ്. അതായത് നമ്മൾ ആരെയും വഞ്ചിക്കണമെന്നോ നമ്മൾ ആരെയും ദ്രോഹിക്കണമെന്നോ കരുതുന്നില്ല. മറിച്ച് നമുക്ക് കിട്ടേണ്ട പണം, നമുക്ക് ശമ്പളത്തിൻ്റെ ബാക്കി ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും നമ്മൾ കടമായി ചോദിച്ചിട്ടുണ്ടാകും, നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തിലാണല്ലോ നമ്മൾ കടമായിട്ട് ചോദിക്കുന്നത്. ആ പണം ഉണ്ടാകും. അതും അല്ലെങ്കിൽ നമുക്ക് ഭൂമി, വിൽക്കാത്ത ഭൂമിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിൽ നമ്മളോട് വാങ്ങിച്ച വ്യക്തികൾ പോലും തിരികെ തരാതെ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, അതും അല്ല, ചില സമയങ്ങളിൽ ലോട്ടറി ഭാഗ്യം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നമ്മളെ വന്നൊന്ന് സഹായിക്കുവാൻ മുൻവരിക എന്നിങ്ങനെയുള്ള പല മാറ്റങ്ങളും ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. നമ്മുടെ പഴയ വീഡിയോകളിൽ, അതായത് കുറച്ച് മുന്നേ നിത്തിക ദേവതയെക്കുറിച്ച് പറഞ്ഞ വീഡിയോകളിൽ നിത്തിക ദേവതയുടെ മന്ത്രവാക്ക്, അതുപോലെ തന്നെ നിത്തിക ദേവതയുടെ സിമ്പൽ എന്നിവയെക്കുറിച്ച് എല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാണ് മാഡം, ഈ സിമ്പൽ എടുക്കുവാനോ ഈ മന്ത്രവാക്ക് ചൊല്ലുവാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ നിത്തിക ദേവതയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇതിന് കുളിക്കണമെന്നോ, പോലെ വാലായ്മയുണ്ട്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പീരിയഡ്സ് ആണ് എന്നോ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആദ്യം ഇതിന് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് നിത്തിക ദേവതയിൽ നിങ്ങൾക്കുള്ള വിശ്വാസം മാത്രമാണ്. നിത്തിക ദേവതയെ നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. ഇനി നിങ്ങൾക്ക് എത്ര രൂപ തുകയാണ് ആവശ്യം, ആ ഒരു നിശ്ചിത തുക നിങ്ങളുടെ മനസ്സിൽ കരുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. കാരണം എന്തെന്നാൽ, നമുക്ക് എത്ര രൂപ കിട്ടിയാലും നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല. പക്ഷെ നമുക്ക് ഈ ഒരു മാസത്തിൽ ഇത്ര രൂപ ആവശ്യമാണ് ഫീസ് കെട്ടാനും EMI അടയ്ക്കുവാനും വീടിൻ്റെ വാടക കൊടുക്കുവാനും തുടങ്ങി അനേകം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ചേർത്ത് മൊത്തം എത്ര രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കെട്ടാൻ മാത്രമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ച് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സമയം, ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയം, അതുമല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ. അത് നിങ്ങൾ ഏത് സമയത്ത് ഉറങ്ങുകയാണെങ്കിലും സാരമില്ല.
കഴിവതും ഇത് രാവിലെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കാരണം നിത്തികാ ദേവത എന്ന് പറയുന്നത് പണത്തിൻ്റെ ഏഞ്ചൽ ആണെങ്കിൽ പോലും അതൊരു സ്പിരിറ്റാണ്. ചിലർക്ക് അത് സെറ്റാവില്ല എന്ന കാരണം കൊണ്ടാണ് ഞാൻ രാവിലെ പറയുവാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഒരു ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനി നിങ്ങൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കട്ടിലിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ തുകയോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതി വച്ചിരിക്കുന്ന ആ തുകയോ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. അതിനു മുന്നേ നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക പറയുമ്പോൾ നമ്മൾ ശ്വാസമെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വളരെ സമാധാനത്തോടുകൂടി വളരെ ശാന്തമായ ഒരു നിലയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആവശ്യമായ പണം നമ്മളിലേക്ക് വന്നു ചേർന്നു എന്ന് നമ്മൾ കരുതുക. ഇനി എന്താണ് ആവശ്യം? നിത്തികാ ദേവതയുടെ ആ ഒരു രൂപം നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നണം. ഇനി നമ്മൾ ഉറക്കെ തന്നെ പറയണം, നിത്തികാ ദേവതയെ, നിങ്ങൾ ഇവിടെ എൻ്റെ അടുത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിത്തികാ ദേവതയെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്കാവശ്യമായ എത്ര രൂപയാണോ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ തുക എന്നിലേക്ക് എത്തിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്കാവശ്യമായ ആ തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് ഞാൻ വളരെ സന്തോഷവതിയാണ്. അതിന് ഞാൻ നിത്തികാ ദേവതയോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഒരു 10 മിനിറ്റ് നേരം പറയേണ്ടതാണ്. ആദ്യം പറയാം, നിത്തികാ ദേവതയെ, നിങ്ങൾ ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ആവശ്യമായ 5 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് ആവശ്യമായ 5 ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് ഞാൻ വളരെ അധികം സന്തോഷവതിയാണ്. നിങ്ങൾ എനിക്ക് ആവശ്യമായ 5 ലക്ഷം രൂപ തന്ന് അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ഇതെല്ലാം തന്നെ അവരവരുടെ മനസ്സിലെ സ്ഥിതികൾക്കനുസരിച്ച് വാക്കുകൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിത്തികാ ദേവതയോട് സംസാരിക്കാവുന്നതാണ്. 10 മിനിറ്റ് നേരം, ഒരു കൂടുതലൊന്നും വേണ്ട, വെറും ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നിത്തികാ ദേവതയോട് ഈ രീതിയിൽ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് വിശ്വസിക്കാം. ഇനി അതിനുശേഷം നിത്തികാ ദേവതയെ പോയി വാ നന്ദി, നിത്തികാ ദേവതയെ പോയി വാ നന്ദി, നിത്തികാ ദേവതയെ പോയി വാ നന്ദി എന്നിങ്ങനെ 3 തവണ ചൊല്ലാം. ഇത് നിങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ട് ഒരേ സമയത്ത്, നിങ്ങൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും, അല്ല ഇനി ഈ സമയം കിട്ടിയില്ല, ഞങ്ങൾക്ക് ഉച്ച സമയത്താണ് കുറച്ച് ഫ്രീ ആയിട്ടുള്ളത്, ആ സമയത്ത് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്താണെങ്കിലും ചെയ്യുന്ന സമയം കൃത്യമായിട്ട് 3 ദിവസം ഒരേ സമയമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ നിത്തികാ ദേവതയോട് മനസ്സുരുകിക്കൊണ്ട് ഈ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ദേവത നിങ്ങൾക്ക് ആവശ്യമായ പണം നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിച്ചു തരുന്നതായിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ശരി, അല്ല നിങ്ങൾ വെറുതെ പറയുകയാണെങ്കിലും ശരി, ഇനി നോട്ടിൽ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിത്തികാ ദേവതയെ എനിക്ക് ആവശ്യമായ 5 ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്നിങ്ങനെ 51 തവണ എഴുതാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഫലം തരുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്കിതിൽ ഏത് രീതിയാണോ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ന്യായമായ തുകയാണ് നമ്മളിപ്പോൾ നിത്തികാ ദേവതയോട് സഹായം എന്ന വണ്ണം ചോദിക്കുന്നത്. ആ സഹായം ദേവത തീർച്ചയായും നമ്മളിലേക്ക് എത്തിച്ചു തരും. ഞാൻ അതിന് പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പറഞ്ഞു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾക്ക് മാത്രമേ പൂർണ്ണമായ ഫലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നിത്തികാ ദേവതയിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ആദ്യം തന്നെ നിത്തികാ ദേവതയുടെ മന്ത്രരഹസ്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നിരുന്നു. അത് കണ്ട് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതായും അവർക്ക് ആവശ്യമായ ചെറുതോ വലുതോ ആയ തുകകൾ അവരിലേക്ക് എത്തിച്ചേർന്നു എന്നും അവർ കമൻറ്റുകളിലൂടെ അറിയിച്ചിരുന്നു, മെസ്സേജുകൾ ഇട്ടിരുന്നു. അതെല്ലാം തന്നെ അവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളും വിശ്വാസത്തോടു കൂടി നിത്തികാ ദേവതയെ പ്രാർത്ഥിക്കുക. നമുക്കും ആവശ്യമായ തുക നിത്തികാ ദേവത തന്ന് സഹായിക്കുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ, അതുപോലെ തന്നെ മന്ത്രവാക്കുകൾ, താന്ത്രിക രീതികൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, അഫർമേഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.